നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് പാസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. ക്ലൗഡ് സർവീസ് മോഡൽസിനകത്തുള്ള രണ്ടാമത്തെ ടൈപ്പാണ് ഈ പാസ് മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അയാസ് മോഡൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസാണ് അയാസ്. പാസ് വരുമ്പോൾ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. നമ്മൾ മുന്നേ ഈ ക്ലൗഡ് സർവീസ് മോഡൽസ് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞതാണ് അത് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോഗ്രാമേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൺ ടൈം എൻവിറോൺമെൻറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലൂടെ പ്രോഗ്രാമേഴ്സിന് ഈസിലി ആയിട്ട് അവരുടെ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, റൺ ചെയ്യാം, ഡിപ്ലോയ് ചെയ്യാനും കഴിയും. പ്രത്യേകിച്ച് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് കണക്ഷൻ ത്രൂ ഉള്ള ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വെബ് ആപ്ലിക്കേഷൻസിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് ക്ലൗഡ് സർവീസ് പ്രൊവൈഡറിന് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും. പേ ആസ് പെർ യൂസ് ബേസിലാണ് ഇവരിത് പർച്ചേസ് ചെയ്യുന്നത്. മാത്രമല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈസിലി ആക്സസ് ചെയ്യാനും കഴിയും. പിന്നെ ഈ പാസിനകത്ത് ബാക്ക് ആൻഡ് സ്കാലബിലിറ്റി മാനേജ് ചെയ്യുന്നത് ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ തന്നെയാണ്. സോ എൻഡ് യൂസറിന് ഒരിക്കലും അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യേണ്ടതെന്നൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ബാക്ക് ആൻഡ് സ്കാലബിലിറ്റി ഒക്കെ മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൊവൈഡേഴ്സ് തന്നെയാണ്. അവർക്ക് ജസ്റ്റ് അവരുടെ ആ ഒരു ടാസ്കുകൾ ചെയ്താൽ മാത്രം മതി. ഇനി എന്തൊക്കെയാണ് പാസിനകത്ത് വരുന്ന സർവീസസ് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഈ പാസ് പ്രൊവൈഡേഴ്സ് ഒരുപാട് ടൈപ്പിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പേഴ്സിന് അവരുടെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ചില പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഈ പാസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ജാവ, PHP, റൂബി, പേൾ ആൻഡ് ഗോ എക്സെട്ര. അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക്സ്. ഈ പാസ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഈസി ആയിട്ടും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടും സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ യൂസ് ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള ഫ്രെയിം വർക്ക്സ് ആണ് Node.js, ഡ്രുപാൽ, ജൂംല, വേർഡ്പ്രസ്, സ്പ്രിംഗ്, പ്ലേ, റാക്ക് ആൻഡ് സെൻ. ഇത്രയും ആണ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് ഡാറ്റാബേസസ്. ഈ പാസ് പ്രൊവൈഡേഴ്സ് ഒരുപാട് ടൈപ്പിലുള്ള ഡാറ്റാബേസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ DB, PostgreSQL, MongoDB ആൻഡ് റെഡിസ്. എന്തിനാണത്? ആപ്ലിക്കേഷൻസൊക്കെ ആയിട്ട് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതൊക്കെ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നതാണ് അതർ ടൂൾസ്. പാസ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു ടൂൾസുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരുപാട് ടൂൾസുകളും ഈ പാസ് പ്രൊവൈഡേഴ്സ് അവരുടെ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ സർവീസിൽ പറഞ്ഞത്? ആദ്യം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ പാസ് പ്രൊവൈഡേഴ്സ് ഒരുപാട് ടൈപ്പിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാറ്റാബേസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് പാസിൻ്റെ അഡ്വാൻറ്റേജസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻ്റ് സിംപ്ലിഫൈഡ് ഡെവലപ്മെൻ്റ് ആണ്. നമുക്കൊരിക്കലും ഈ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോക്കസ് ഓൺ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ. അതായത് പാസ് ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ പാസ് പ്രൊവൈഡേഴ്സ് ഡെവലപ്പേഴ്സിന് അവരെല്ലാ രീതിയിലും അവർ സപ്പോർട്ട് ചെയ്യാണ് സിംപ്ലിഫൈഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡെവലപ്മെൻറ്റിലും ഇന്നോവേഷനിലും പ്രോഗ്രാമേഴ്സിന് ഫോക്കസ് ചെയ്യാൻ കഴിയും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. പിന്നെ വരുന്നതാണ് ലോവർ റിസ്ക്. അതായത് അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാർഡ്വെയറിൻ്റെ കേസിലായിക്കോട്ടെ സോഫ്റ്റ്വെയറിൻ്റെ കേസിലായിക്കോട്ടെ എന്താണ് എത്രത്തോളമാണ് എന്നുള്ളതൊന്നും ഒരിക്കലും വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഡെവലപ്പേഴ്സ് എന്ത് ചെയ്താൽ മതി? ഒരു PCയും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അവരുടെ ആപ്ലിക്കേഷൻസ് ബിൽഡിങ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. അതാണ് ലോവർ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹാർഡ്വെയർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സൈഡായിക്കോട്ടെ സോഫ്റ്റ്വെയർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സൈഡായിക്കോട്ടെ അവിടെയൊന്നും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആസ് പെർ യൂസ് മോഡൽ അത് യൂസ് ചെയ്താൽ മാത്രം മതി. പിന്നെ പ്രീ ബിൽറ്റ് ബിസിനസ് ഫങ്ഷനാലിറ്റി.
ഈ പാസ് വെൻഡേഴ്സ് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ബിസിനസ് ഫങ്ഷണാലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം യൂസേഴ്സിന് വെരി സ്ക്രാച്ചിൽ നിന്ന് തന്നെ എല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഈസി ആയിട്ട് ഒഴിവാക്കാൻ കഴിയും. അവർക്ക് ജസ്റ്റ് ഡയറക്റ്റായിട്ട് അവരുടെ പ്രൊജക്ട്സ് എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ട് ചെയ്താൽ മതി. അതാണ് പ്രീ ബിൽറ്റ് ബിസിനസ് ഫങ്ഷണാലിറ്റി. അവർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഫ്രം ദ സ്ക്രാച്ചിൽ നിന്നൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. പാസ് വെഞ്ചേഴ്സിനകത്ത് നമ്മൾ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പേഴ്സിന് കൂടുതൽ ഐഡിയാസും അതേപോലെ തന്നെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനും അഡ്വൈസസ് സീക്ക് ചെയ്യാനൊക്കെ കഴിയുമെന്നുള്ളതാണ് ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിറ്റി കൊണ്ടുള്ള ബെനിഫിറ്റ്. പിന്നെ വരുന്നതാണ് സ്കാലബിലിറ്റി. ഈ അപ്ലിക്കേഷൻസൊക്കെ 1 to thousands ഓഫ് യൂസേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ സ്കെയിൽ. അപ്പോൾ അത്രയും ആളുകളുടെ ഇടയിലേക്ക് അത് സ്കേലബിൾ ആയിരിക്കും. മാത്രമല്ല അപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ആരും ചേഞ്ചൊന്നും വരുത്തില്ല. അവരവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഈസിലി അത് ഹാൻഡിൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. അതായത് പാസിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് എന്തായിരുന്നു, സിംപ്ലിഫൈഡ് ഡെവലപ്മെൻ്റ് ആയിരുന്നു, പിന്നെ ലോവർ റിസ്ക് ആയിരുന്നു, പിന്നെ പ്രീ ബിൽറ്റ് ബിസിനസ് ഫങ്ഷനാലിറ്റി, പിന്നെ ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിറ്റി, പിന്നെ സ്കാലബിലിറ്റി. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വന്നിരുന്നത്. ഇനി പാസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അതായത് ഈ പാസ് വെൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ബേസിലായിരിക്കും പ്രോഗ്രാമേഴ്സ് അവരുടെ അപ്ലിക്കേഷൻസ് റൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു അപ്ലിക്കേഷൻ ടു അനദർ പാസ് വെൻഡറൊക്കെ ചെയ്യുമ്പോൾ ആ മൈഗ്രേഷൻ എന്ന് പറയുന്നത് കൂടുതൽ വുഡ് ബി എ പ്രോബ്ലം, കൂടുതലൊരു പ്രോബ്ലം ആവും, അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഫസ്റ്റ് വരുന്ന പ്രോബ്ലം ഈ വെൻഡർ ലോക്കിനാണ്. അതായത് പാസ് വെൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടാണ് അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വെൻഡർ ടു വെൻഡർ മൈഗ്രേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും എന്തുണ്ടാകും, ഒരു പ്രോബ്ലംസ് ആയിട്ട് മാറും. പിന്നെ വരുന്നതാണ് ഡാറ്റ പ്രൈവസി. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ഡാറ്റൻ്റെ കേസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ ഡാറ്റ ക്രിട്ടിക്കലായിരിക്കും, അല്ലെങ്കിൽ അത് നോൺ ക്രിട്ടിക്കലായിരിക്കും. സോ എന്തായിരിക്കും, അതൊക്കെ പ്രൈവറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയേണ്ടത് അത് ലൊക്കേറ്റ് ചെയ്ത് കിട്ടിയില്ല എങ്കിൽ അത് ഡാറ്റ പ്രൈവസി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവസി ഓഫ് ഡാറ്റേൻ്റെ ടേംസിൽ വരുന്ന ഒരു റിസ്ക് ആയിട്ടത് മാറും. അതായത് ഒരു കമ്പനിക്ക് എങ്ങനെയാണോ ഓരോ കാര്യങ്ങളും ഡാറ്റയും സെറ്റായി വരേണ്ടത് ആ ഒരു ഫോർമുലയിൽ തന്നെ സെറ്റായിട്ട് കിട്ടണം. പിന്നെ വരുന്നത് ഇൻ്റഗ്രേഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ സിസ്റ്റം ആപ്ലിക്കേഷൻസ്. അതായത് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ചില ആപ്ലിക്കേഷൻസ് ലോക്കലായിരിക്കും, ചില ആപ്ലിക്കേഷൻസ് ക്ലൗഡിലായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലൗഡിലുള്ള ആപ്ലിക്കേഷനും ലോക്കൽ ആപ്ലിക്കേഷനിലുള്ള ഡാറ്റയും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോസസ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും എന്നുള്ളതാണ് ലാസ്റ്റ് വരുന്ന ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയാണ് പാസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉള്ളത്. ഒന്ന് വെൻഡർ ലോക്കിനാണ്. വെൻഡർ ലോക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൻഡറിൽ നിന്ന് മറ്റൊരു വെൻഡറിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചില ആപ്ലിക്കേഷൻസ് പാസ് വെൻഡർ പറയുന്ന പ്ലാറ്റ്ഫോമിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് മൈഗ്രേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പ്രോബ്ലംസ് വരും. അവിടെയാണ് ഫസ്റ്റ് പ്രോബ്ലം കിടക്കുന്നത്. പിന്നെ ഡാറ്റ പ്രൈവസി എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കും, നോൺ ക്രിട്ടിക്കലായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയാണ് അത് ലൊക്കേറ്റ് ചെയ്ത് കിട്ടേണ്ടത് അതുപോലെ സെറ്റ് ചെയ്ത് കിട്ടില്ല എങ്കിലാണ് ഈ ഡാറ്റ പ്രൈവസി ഇഷ്യൂ വരിക. പിന്നെ ഇൻ്റഗ്രേഷനാണ് വരുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഡാറ്റയും പിന്നെ അതേപോലെ തന്നെ ക്ലൗഡ് ഡാറ്റയും അല്ലെങ്കിൽ ക്ലൗഡ് ആപ്ലിക്കേഷനും തമ്മിൽ വരുന്ന അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമാണ് ഇൻ്റഗ്രേഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാസിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.